നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങും. അതായത് പൂർണ്ണത എന്നുള്ള ആ ഐഡിയൽ അത് ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അസാധ്യമാണ്. അപ്പോൾ കൂടുതൽ ഉയരുന്തോറും കൂടുതൽ ഈ കാര്യം തെളിഞ്ഞ് വരുന്നത് കാണാം. നമ്മുടെ എവല്യൂഷനിലെ 2 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് സ്മരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രസ്, ഇൻഡിവിജ്വലായിട്ടുള്ള എവല്യൂഷൻ. അതിൽ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം നമ്മൾ കൂടുതൽ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ബെറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ലിമേറ്റ് ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ്റെ സ്രോതസ്സിൻ്റെ ആത്മാവിൻ്റെ ഉപകരണമാണ് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരിക. അപ്പോൾ നമ്മുടെ ന്യൂനതകൾ കൂടുതൽ പ്രത്യക്ഷമാവുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ, ഈ എവല്യൂഷനിൽ പങ്കെടുക്കുമ്പോൾ. അതിൽ ശരീരത്തിൻ്റെ ഉണ്ട്, ബുദ്ധിയുണ്ട്, വിവരം, അറിവ് നേടുക. അതിനൊപ്പം തന്നെ സ്പിരിച്വൽ എവല്യൂഷൻ, ഏറ്റവും പ്രധാന സ്പിരിച്വൽ എവല്യൂഷനാണ്. മെഡിറ്റേറ്റ് ചെയ്തിട്ട് മനസ്സിനെ ബാലൻസ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. എത്രത്തോളം എനിക്ക് നിസ്വാർത്ഥത വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും ഇൻട്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ മനസ്സിലാവുക? ഞാൻ ശരിക്കും എഡ്യൂക്കേറ്റഡ് ആവുക അത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ. അപ്പോൾ സോഷ്യലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അവിഭാജ്യ ഘടകമാണ്. 2 ഭാഗങ്ങൾ. ഒന്ന് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രസ്. ഈ പ്രോഗ്രസ് മനസ്സിലാക്കാനുള്ളതാണ് സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷൻ. നമ്മൾ ലാബറട്ടറിയിൽ ഇൻവൈവോ ടെസ്റ്റ് ചെയ്യും, പിന്നെ ഇൻവിട്രോ. നമ്മൾ പരീക്ഷിക്കുന്നത് ശരിക്കും പ്രാക്ടിക്കൽ ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് സൊസൈറ്റിയിൽ. ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ 2 സിദ്ധാന്തങ്ങളുണ്ട്. അഹിംസ സിദ്ധാന്തവും സർവോദയ സിദ്ധാന്തവും. അഹിംസ എന്ന് പറഞ്ഞാൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണ് അഹിംസ. ഹിംസാത്മകമായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം അത്രയും കുറവാണെന്നുള്ളതാണ്. ഹിംസ ചെയ്യേണ്ടി വരികയാണ്, ആരെങ്കിലും നിർബന്ധിച്ചൊരു കാര്യം ചെയ്യേണ്ടി വരികയാണ്,
ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കേണ്ടി വരികയാണ്. എങ്കിലും ഞാൻ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ഈശ്വരന് ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈശ്വരൻ എല്ലാവരും ഹൃദയത്തിൽ വസിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. നമ്മൾക്കാണ് റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഉയരാം, അല്ലെങ്കിൽ താഴാം. ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ട ആവശ്യമില്ല. ടോട്ടലായിട്ടുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും ഇവല്യൂഷന് നൽകാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇൻഫ്ലുവൻസ് പറഞ്ഞത്. എഡ്യൂക്കേഷനിൽ വരുന്നത് നമ്മൾ സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്യും. ആദ്യം ഫാമിലിയിൽ, പിന്നെ സമൂഹത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്രത്തോളം എനിക്ക് പവർ ഉപയോഗിക്കാണ്ട്, അതോറിറ്റി ഉപയോഗിക്കാണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ ടാലൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. എനിക്കവിടെ അധികാരം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹിംസ കടന്നു വരുന്നു എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ സർവോദയത്വം, എല്ലാവരുടെയും ഈ തരത്തിലുള്ള ഫ്രീഡത്തിലേക്കുള്ള ഉയർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ ഞാൻ ഇവോൾവ് ചെയ്യുക, എല്ലാവരെയും ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം, സ്വരാജ് എന്നാണ് മഹാത്മാഗാന്ധി. സ്വരാജ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിപ്പെൻഡൻസ്, സെൽഫ് തലത്തിൽ, എൻ്റെ അഹംബോധത്തിൽ തലത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും മുക്തനാണ്. എൻ്റെ ഹയർ സെൽഫിൽ ഞാൻ ഡിപ്പെൻഡൻ്റാണ്. എൻ്റെ ആത്മാവിന് ഡിപ്പെൻഡ്, ആത്മന്യേവ ആത്മനാ തുഷ്ട എന്ന് ഭഗവാൻ പറയുന്നു. ആ ഒരു സ്റ്റേറ്റിലേക്ക് ഉയരുക. സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് എന്ന് ലോകമാന്യ തിലക് പറഞ്ഞതിനെ മഹാത്മാഗാന്ധിജി ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് നിർവഹിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹിംസയുടെ ആവശ്യം വരില്ല. ഹിംസ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റേതായിട്ട് ഒരു അഭിപ്രായം വേറൊരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കണമെന്നൊരു തോന്നൽ. പ്രകൃതിയിലേക്ക് നോക്കും, അവിടെ ഹിംസയില്ല. ഒരു പൂ വിടരുമ്പോൾ ആ പൂവിൻ്റെ സുഗന്ധം നിർബന്ധപൂർവ്വം നമ്മുടെ മൂക്കിലേക്ക് വരുന്നില്ല. നമ്മൾ ചെന്നാൽ വേണമെങ്കിൽ കിട്ടാം. അത് നമ്മൾ സെൻറ്റ് എടുത്തില്ലെങ്കിൽ പൂവിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നേച്ചറിൽ ഇവല്യൂഷനിൽ നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ഹയർ ഓർഗാനിസത്തിൽ എത്തുമ്പോൾ കൂടുതൽ പവർ ഉപയോഗിക്കുന്നത് കാണാം. ശരിക്കും അവിടെ ഒരു ഈഗോ ഇടപെടുന്നു. അപ്പോൾ എവല്യൂഷനാണോ ഡെവല്യൂഷനാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ നാച്ചുറലായിട്ടുള്ള ആ സ്വഭാവം, ഇന്നസെൻസ്, ഞാൻ എൻ്റെ പൂർണ്ണതയെ ഞാൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് മറ്റുള്ളവരും ഇവോൾവ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മനുഷ്യൻ്റെ തരത്തിലാകുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ സ്വാർത്ഥ തലത്തിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ, ഉദാഹരണങ്ങളായി ഗൈഡ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെ ഉപദേശങ്ങൾക്ക് അർത്ഥമില്ല. അപ്പോൾ ഉപദേശിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഉപദേശിക്കേണ്ടി വരിക, പ്രസംഗിക്കേണ്ടി വരിക, പഠിപ്പിക്കേണ്ടി വരിക, ഇതൊക്കെ ഒരു തരത്തിൽ ചെറിയ ഹിംസകളല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താണ്. ഒരു കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് വളരാൻ അവസരം കൊടുക്കുമ്പോൾ അവിടെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവതരിപ്പിക്കുക, മുമ്പിൽ ഇന്ന കാര്യങ്ങളുണ്ട്. ഒരു ബഫേ സിസ്റ്റം പോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നു, എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ മനുഷ്യരുടെ തലത്തിലൊരു ഡിസിപ്ലിനിങ് വേണ്ടി വരികയാണ്. കാരണം അങ്ങനെ ആയിപ്പോയി, സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങൾ ഇവോൾവ് ചെയ്യുക, സ്നേഹത്തിൽ ഇവോൾവ് ചെയ്യുക, അതായത് അഹിംസയിൽ ഇവോൾവ് ചെയ്യുക. എല്ലാവരും ഉദയത്തിൽ അന്ത്യോദയം എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. ഇവിടെയുള്ള എല്ലാ ജീവികളും ഇവോൾവ് ചെയ്യണം. ഹയസ്റ്റ് തലത്തിൽ ഇവോൾവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഇവിടെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, ആർക്കും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. ആൾക്കാർ അധികാരത്തിൽ കൂടുതൽ ഉയർന്ന തലത്തെത്തുമ്പോൾ അവരിൽ ഞാനിനി നന്നാവേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ വരികയാണ്. അതാണ് മഹാത്മാഗാന്ധിജി എപ്പോഴും പറഞ്ഞത്, സ്ഥാനമോഹം ഇല്ലാണ്ടേ ആവണം. ശരിക്കും ഏറ്റവും ഉയർന്ന തലത്തിലെത്തുമ്പോൾ സ്ഥാനം ഒട്ടും താല്പര്യമില്ലാണ്ടാവണം. അവർ ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. തൻ്റെ ന്യൂനതകൾ കൂടുതൽ തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ സെൽഫ് കറക്ഷനിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആൾക്ക് വേറെ ആളെ ലീഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല കാണുന്നത്. ചിലർ ഞാൻ ആയിക്കഴിഞ്ഞു, ഇനി മറ്റുള്ളവരെ നന്നാക്കാൻ ആയിക്കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ അടിച്ചേൽപ്പിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, റിലിജൻസ് തമ്മിലുള്ള കലഹങ്ങൾ, ഒരാൾ വേറെ ആളെ നിർബന്ധിക്കുക, ഇതൊക്കെ ശരിക്കും ആൻറ്റി എവല്യൂഷണറിയാണ്, സനാതന ധർമ്മത്തിനെതിരാണ്. അപ്പോൾ നമ്മൾ സെൽഫ് എവല്യൂഷനിൽ ശ്രദ്ധിക്കുമ്പോൾ, അത് എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനാണ്, എപ്പോഴും സ്പിരിച്വലായിട്ടുള്ള എവല്യൂഷൻ എല്ലാം സ്പിരിച്വലാണ്. ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേറെ ആളെ നിർബന്ധിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരുന്നു. നമ്മളെപ്പോഴും നമ്മളെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നു. നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളും മനസ്സിലായ കാര്യങ്ങൾ സ്വഭാവത്തിലും എക്സ്പ്രസ് ചെയ്യുന്നു. നാച്ചുറലായിട്ട് വാക്കുകളിൽ പറയാൻ നോക്കുന്നു. ആരെയും വേദനിപ്പിക്കാതെ പറയാൻ നോക്കുന്നു. എവിടെയെങ്കിലും എനിക്ക്
എൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഹിംസ കടന്നു വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകം അർജുനനെ പോലെ ആയിത്തീരണം. എപ്പോഴും അർജുനൻ പറയുന്നത് ദ്രോണാചാര്യ ശിഷ്യനാണ്, ഭഗവാന്റെ ഡിസൈപ്പിളാണ്, യുധിഷ്ഠിരൻ്റെ അനിയനാണ്, ഇങ്ങനെ പറയുക. അതാണ് ഹ്യൂമിലിറ്റി എന്നുള്ളത്. അങ്ങനെ ഒരാളിലേക്ക് ഗ്രേസ് കടന്നു വരും. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രേസ് തരാൻ പറ്റുന്ന എന്നെക്കാളും ഇവോൾവ് ചെയ്ത യോഗേശ്വരൻ, അദ്ദേഹവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും എവല്യൂഷണറി സ്പെക്ട്രത്തിൽ നിൽക്കുന്നില്ല. ഭഗവാനും പറയുന്നുണ്ട്, പരംധാമത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടതാണ്. അതിൻ്റെ അർത്ഥം അവിടെ എത്താൻ ആയിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യം, ഇവിടെ തിരിച്ചു വരേണ്ടി വരുന്നു. അതിൻ്റെ അർത്ഥം അവിടെ പെർമനൻ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ തലത്തിൽ സാധ്യമല്ല. പക്ഷേ അതിനുള്ള നിരന്തരമായുള്ള ശ്രമം നടത്തുന്ന ആളായിരിക്കണം ലീഡേഴ്സ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരും എവല്യൂഷനിൽ പങ്കെടുക്കും. ഒരു രാജ്യത്തിൽ ഇങ്ങനെയുള്ളൊരു ഭരണ സംവിധാനം വരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് തോന്നാറുണ്ട്. പ്രാക്ടിക്കലാണോ എന്ന്, അതാണ് മഹാത്മാഗാന്ധിജിയുടെ ഉപദേശങ്ങളൊക്കെ ഇംപ്രാക്ടിക്കലാണെന്ന് പലരും പറഞ്ഞത് എന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഫാമിലികളിലേക്ക് നടപ്പാക്കാൻ നമുക്ക് ശ്രമിക്കണം എന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.